ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണല്ലേ. അതെന്താണ്? പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഡീകൺസ്ട്രക്റ്റിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഞാൻ അത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ SPF 55+ ആണ്, PA+++ ഉണ്ട്. പിന്നെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. നമ്മുടെ ഇട്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു സ്മൂതി എഫക്റ്റ് ആണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. ഇങ്ങനെ സൺസ്ക്രീൻ ഇട്ടത് കൊണ്ട് കാര്യമായില്ല കേട്ടോ. നമ്മൾ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴേയും അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഈ ഒരു സൺസ്ക്രീനിന്റെ റേറ്റ് എന്ന് പറയുന്നത് 349 ആണ്. പൊതുവെ SPF 50 മുതൽക്കുള്ള എല്ലാ സൺസ്ക്രീനും ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ മേക്കപ്പ് ഇടുന്നതിന് തൊട്ട് മുന്നേ, അതായത് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. പിന്നെ വേറൊരു കാര്യം കൂടി, സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് 20 മിനിറ്റ്സിന് ശേഷം മാത്രമേ സൺ എക്സ്പോഷർ പാടുള്ളൂ. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ ചേരുന്നതാണ് കേട്ടോ. ഓയിലി സ്കിൻകാർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് സൺസ്ക്രീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസ്ക്രീൻ വെയർ ചെയ്യുന്നത്. സോ എൻ്റെ കയ്യിൽ ഒത്തിരി സൺസ്ക്രീൻസ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള സൺസ്ക്രീൻസിൻ്റെ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി നമ്മുടെ സ്കിന്നിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണത്. എനിക്ക് പൊതുവേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിട്ടും ഹെവി ആയിട്ടുമാണ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ ഒട്ടും തന്നെ ഹെവിയും അല്ല, ഭയങ്കര സ്റ്റിക്കിയും അല്ല. പിന്നെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ SPF 30 അല്ലെങ്കിൽ 35 ആ ഒരു റേഞ്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഔട്ട്ഡോർ പോകുമ്പോഴാണ് SPF 50 ഓർ 55 യൂസ് ചെയ്യുന്നത്. So guys, that's all for today. Until then, tata bye bye, see you.